ജാലകം ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2010 യുവ കർഷകനുള്ള അവാർഡ് ലഭിച്ച സിനിമാ ലോകത്ത് ഒട്ടേറെ കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച ശ്രീ കൃഷ്ണപ്രസാദ് ചേട്ടനാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. ജാലകം ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. പറഞ്ഞോളൂ. പത്മരാജ സാറിന്റെ 3-ാം പക്കം എന്ന പടത്തിലാണ് ചേട്ടൻ ആദ്യമായിട്ട് അഭിനയിച്ചത്. അപ്പൊ ആ ഒരു അനുഭവത്തെ കുറിച്ച് ഒന്ന് പറയാം. ശരിക്കും പറഞ്ഞ 3-ാം പക്കം അല്ല, അതിനു മുമ്പ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ വളരെ ചെറുപ്പത്തില് KG ജോർജിന്റെ പഞ്ചവടിപ്പാലം എന്ന് പറഞ്ഞ സിനിമ മുഴുവൻ അത് തൊട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പത്മരാജ സാറിന്റെ 3-ാം പക്കം സീസണിനകത്താണ് ഞാൻ കുറച്ച് കൂടെ ഇതായിട്ട് വരുന്ന ക്യാരക്ടർ ചെയ്ത്. ജീവിതത്തിൽ ഞാനൊന്നും പ്ലാൻ ചെയ്ത് പോകുന്ന ഒരാളല്ല. അപ്പൊ അതുകൊണ്ടാണല്ലോ ഞാൻ കൃഷിയിൽ ഇറങ്ങുമെന്ന് വിചാരിച്ചല്ല കൃഷി വന്നു. എങ്ങനെയാ ഈ ചെറുപ്പം നിലനിർത്തുന്നതെന്നുള്ളതാണ് എനിക്ക്. അതൊന്നുമല്ല, അതൊക്കെ ഇങ്ങനെ നമുക്ക് സംഭവിച്ചു പോകുന്ന കാര്യങ്ങൾ. ശ്രീനേട്ടറാവട്ടെ, ഇവരൊക്കെ ആണ് സെലിബ്രിറ്റി കർഷകരെന്ന് പറയുന്നത്. മമ്മൂക്ക, അങ്ങനെ കുറച്ചു പേരുണ്ട്. അപ്പൊ അവരൊക്കെ നമ്മളെ പ്രോത്സാഹിപ്പിച്ചു. അതിന്റെ ഫലമാണല്ലോ ഞാൻ, അല്ലെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും വലിയ ബുക്ക് ഫെയറിലെ 2-ാം സ്ഥാനം ഉള്ളതാണ് ഷാർജ ബുക്ക് ഫെയർ. അവിടെ നമ്മുടെ ഒരു ബുക്ക് റിലീസ് ചെയ്യാൻ സാധിക്കുക, മമ്മൂക്ക ലാലേട്ടനെ കൊടുത്ത് പ്രകാശനം ചെയ്യാൻ പറ്റുക, ലാലേട്ടൻ ആ പുസ്തകം അതിന്റെ ടൈറ്റിൽ പോലും ലാലേട്ടനാ പറഞ്ഞിരിക്കുന്നത്. ഹൃദയപൂർവ്വം, ഞാൻ കർഷക നടന്നേ ഉണ്ടായിരുന്നു, ഹൃദയപൂർവ്വം കർഷക നടന്നുള്ള പേര് സംഭാവന ചെയ്തത് ലാലേട്ടനാണ്. അപ്പം ലാലേട്ടന് കൊടുത്തത് റിലീസ് ചെയ്യാൻ സാധിക്കുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. കറുകവയൽ കുരുവി, മുറിവാലൻ കുരുവി, കതിരാടും വയലിൽ ചെറുകാവൽക്കാരി, തളിർ വെറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാൻ. ജാലകം ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് ഇത്രയും നേരം